വർഷത്തില് ഒരു ദിവസം 24 മണിക്കൂർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന കണ്ണവം വെളുമ്പത്ത് മഖാം ഷരീഫ് ഉറൂസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത്. റബിയുൽ അവ്വൽ മാസം അവസാനത്തെ 5 ദിവസം നടത്തപ്പെടുന്ന ഈ ഒരു ഉറൂസ് ലോകപ്രശസ്തമാണ്. കണ്ണവം വെളുമ്പത്ത് മക്കാമിന് നേർച്ചയായി വരുന്ന അരികൾ തന്നെയാണ് ഇവിടുന്ന് അന്നദാനമായി വിളമ്പുന്നത്. വളരെയധികം സൂക്ഷ്മതയോടുകൂടി കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ ചോറുകൾ പാകം ചെയ്ത് വിതരണം ചെയ്യുന്നത്. 400-450 ചെമ്പ് ചോറുകളാണ് ഇവിടെ പാകം ചെയ്തുകൊണ്ട് അന്നദാനമായി കൊടുക്കുന്നത്. ഉറൂസ് പരിപാടിയാണെങ്കിലും ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 24 hours ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു, അത് വരുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ജോലിക്കാരായിട്ട് ആരുമില്ല, എല്ലാം നാട്ടുകാരും ഇവിടെ അന്നദാനം വാങ്ങിക്കുകയും വരുന്നവരും അതുപോലെ തന്നെ മറ്റു മതത്തിലുള്ളവരൊക്കെയാണ് ഇവിടെ പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് കൊടുക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നതും. പ്രിയജനമേ, ഉറൂസിനണയും നീയത്താലി ചോറ് കഴിക്കും, വയ്യാത്ത രോഗമതെല്ലാം കുല്ലും ശിഫയാകും. 250 കിൻഡൽ അരി നാളിൽ വെച്ച് വിളമ്പാൻ നേർച്ചയതായി എന്നും വർഷവും അനുഭവമാണല്ലോ. കണ്ണവം മഹല്ല് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഈ ഉറൂസുകളൊക്കെ നടക്കുന്നത്. അവരെടുത്ത ഏറ്റവും വലിയ എഫേർട്ടിന്റെ റിസൾട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. 250 കിൻഡൽ അരി നാളിൽ വെച്ച് വിളമ്പാൻ ഈ ഒരു അന്നദാനം വാങ്ങിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ടാണ് ഓരോരുത്തരും വളരെ ക്ഷമയോടുകൂടി ഈ അന്നദാനം വാങ്ങിച്ചു പോകുന്നത്. ഞാൻ ഈ കാണിക്കുന്ന യുവാക്കളൊക്കെ രാവും പകലുമില്ലാതെ ഉറൂസിന്റെ പരിപാടിക്ക് വരികയും അവരെ കൊണ്ടാവുന്ന എല്ലാവിധ ഹെൽപ്പുകളും ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എല്ലാവരും നല്ല നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ ഈ ഒരു 5 ദിവസത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഉറൂസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അവർ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. കൂത്തുപറമ്പ് ACP സാറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ പോലീസൊക്കെ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മളെ ഈ പരിപാടി വിജയിപ്പിച്ചു തന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റോഡ് നിയന്ത്രണം, അത് നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ വളണ്ടിയേഴ്സ് തന്നെ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തു എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ഒരു ദിനമീ ചോറ് കഴിച്ച് അൾസറി രോഗം ആകെ ശമിച്ച് 365 ദിവസവും ഇവിടെ ലഭിക്കുന്ന കാപ്പി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് കുപ്പിയുമായി വരുന്നത്. ചീരണിച്ചോറുണക്കിയെടുത്ത് വരും ഒരു വർഷം വരെയെത്തിച്ച് ഉത്തമമാം സിദ്ധൌഷധമതിൽ കണ്ടവരുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഇരുന്നു കൊണ്ട് വയല് കേൾക്കാനും അതുപോലെ തന്നെ സിയാറത്ത് ചെയ്യാനും പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു പ്രത്യേകതയാണ്. പോലീസിന്റെ നല്ലൊരു മേൽനോട്ടം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കളവ് പോലത്തെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. മറ്റുള്ള ഒരു ഒച്ചപ്പാടോ ബഹളമോ ഒന്നുമില്ലാതെ വളരെ സൈലന്റായി മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ അന്നദാനം വാങ്ങിച്ചു പോയിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങിയ യുവാക്കളെയാണ് ഞാൻ കാട്ടിത്തരുന്നത് കേട്ടോ. 6 മണിയും 7 മണിയുമായിട്ട് രാവിലെ 10 മണിക്ക് നമ്മൾ തുടങ്ങിയ അന്നദാനം എങ്ങനെ തുടങ്ങിയോ അതേ ജനം 7 മണിയും 8 മണിക്കും ഈ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ നേർച്ച സാധനങ്ങളും ലേലം വിളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്നവരാണ്. 10-11 മണിയായി, എല്ലാവരും ഇവിടെ ഉണ്ട്, വീണ്ടും പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളെ കമ്മിറ്റി പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഒന്ന് പോവാം. നമ്മുടെ പരിപാടിയെ സഹകരിച്ച എല്ലാവർക്കും AM കമ്മിറ്റിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു.